വളരെ വ്യാപകമായ കൃത്രിമം ഡീലിമിറ്റേഷനിൽ നടന്നിരിക്കുകയാണ്. ഉദാഹരണത്തിന് പല വാർഡുകളും വിഭജിച്ചിരിക്കുന്നത് മാനദണ്ഡങ്ങൾ പാലിക്കാതെയാണ്. ഉദാഹരണത്തിന് തിരുവനന്തപുരം കോർപ്പറേഷനിലെ പല വാർഡുകളിലും വ്യാപകമായി വീടുകൾ അധികം എഴുതി ചേർത്തിരിക്കുകയാണ്. ഇപ്പോൾ കഴക്കൂട്ടത്തെ ഒരു വാർഡിൽ ഇന്നലെ ഞാൻ നോക്കിയപ്പോൾ 2200 പുതിയ വീടുകളുടെ എണ്ണം അധികം കാണിച്ചിരിക്കുകയാണ്. എന്ന് പറഞ്ഞാൽ അവർക്ക് ആവശ്യത്തിനനുസരിച്ച് വാർഡുകൾ പിടിച്ചെടുക്കാൻ വേണ്ടിയിട്ട് ഒരു വാർഡ് അധികം ഉണ്ടാക്കുമെന്നാണ് പറഞ്ഞത്. പക്ഷെ അതിനു വേണ്ടിയിട്ട് എല്ലാ വാർഡുകളും പൊളിക്കുക. ഇപ്പോൾ തിരുവനന്തപുരത്തെ 100 ഡിവിഷനുകളിൽ 80 ഡിവിഷനുകളിലും ഇതുപോലുള്ള വ്യാപകമായിട്ടുള്ള കൃത്രിമം നടന്നിരിക്കുന്നു. ഇതൊരു തിരുവനന്തപുരത്തിന്റെ മാത്രം ഉദാഹരണമല്ല. ജനസംഖ്യ പെരുപ്പിച്ച് കാണിക്കുക, അതിനു വേണ്ടിയിട്ട് വീടുകളുടെ എണ്ണം കൃത്രിമമായിട്ട് കാണിക്കുക, ഇതൊക്കെയാണ് പല സ്ഥലങ്ങളിൽ നടന്നിരിക്കുന്നത്. അപ്പോൾ എല്ലാ മാനദണ്ഡങ്ങളും കാറ്റിൽ പറത്തിക്കൊണ്ട് നേരത്തെ തന്നെ അവരൊരു പ്ലാൻ തയ്യാറാക്കി. ആ പ്ലാനിന്റെ അടിസ്ഥാനത്തിൽ എല്ലാ തദ്ദേശ സ്ഥാപനങ്ങളിലും അവരുടേതായിട്ടുള്ള ഒരു വാർഡ് വിഭജനം പൂർത്തിയാക്കി. ഇപ്പോൾ ഇനി അപ്പീൽ പോവാന്ന് പറഞ്ഞിട്ട് ഒരു പ്രഹസനമാണ് നടക്കുന്നത്. അതുകൊണ്ട് ഞങ്ങൾ നിയമപരമായിട്ട് തന്നെ ഇതിനെ നേരിടാൻ തീരുമാനിച്ചിട്ടുണ്ട്. ബഹുമാനപ്പെട്ട ഹൈക്കോടതിയെ തന്നെ ഞങ്ങൾ സമീപിക്കുകയാണ്. പല കോർപ്പറേഷനുകളിലും മുനിസിപ്പാലിറ്റികളിൽ നിന്നും പഞ്ചായത്തുകളിൽ നിന്നും ഞങ്ങൾ വ്യക്തമായിട്ടുള്ള തെളിവുകളുടെ അടിസ്ഥാനത്തിൽ കോടതിയെ സമീപിക്കുകയാണ്. മാത്രമല്ല പ്രക്ഷോഭങ്ങൾ ഞങ്ങൾ ആരംഭിച്ചിട്ടുണ്ട്. ഇപ്പോൾ തിരുവനന്തപുരം കോർപ്പറേഷനിലൊക്കെ ഞങ്ങൾ പദയാത്രകൾ തന്നെ ജനങ്ങളെ നേരിട്ട് കാണുന്നതിന് വേണ്ടിയിട്ട് വ്യാപകമായ തോതിലുള്ള പ്രക്ഷോഭങ്ങളും ആരംഭിച്ചിട്ടുണ്ട്. വലിയ കൃത്രിമമാണ്. കാരണം ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ഉണ്ടായിട്ടുള്ള എതിരായിട്ടുള്ള ജനവികാരത്തെ മറികടക്കാൻ വാർഡ് വിഭജനം എന്നുള്ള ഒരു ഒറ്റ കച്ചിത്തുരുമ്പ് വെച്ചിട്ട് അതിനെ മറികടക്കാനുള്ള ഒരു പ്ലാനാണ് നടക്കുന്നത്. അതിനെ ഒരു തരത്തിലും ഞങ്ങൾ അംഗീകരിക്കില്ല. അതിനെ രാഷ്ട്രീയമായിട്ടും നിയമപരമായിട്ടും തന്നെ ഞങ്ങൾ നേരിടും.